നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. കഴുകൻ പോൽ പുതുബലം ധരിച്ചിടുക, കാത്തിടുക നാം യേശുവിനായി. കഴുകൻ പോൽ പുതുബലം ധരിച്ചിടുക, കാത്തിടുക നാം യേശുവിനായി. കാലങ്ങളിനിയും ഏറെയില്ല, കൃപയിൻ വാതിലടഞ്ഞിടാറായി. കാലങ്ങളിനിയും ഏറെയില്ല, കൃപയിൻ വാതിലടഞ്ഞിടാറായി. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. പ്രാർത്ഥനയാൽ ദിനം ജാഗരിച്ചു, വിശുദ്ധിയിലെന്നും നാം ജീവിക്കുമ്പോൾ. പ്രാർത്ഥനയാൽ ദിനം ജാഗരിച്ചു, വിശുദ്ധിയിലെന്നും നാം ജീവിക്കുമ്പോൾ. സ്വർഗീയമാം തിരു അനുഗ്രഹങ്ങൾ മാരി പോലെന്നും ചൊരിഞ്ഞിടുമേ. സ്വർഗീയമാം തിരു അനുഗ്രഹങ്ങൾ മാരി പോലെന്നും ചൊരിഞ്ഞിടുമേ. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം.
യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു നല്ല വിവരണമാണ് കാണുന്നത്, ഒരു നല്ല വിശദീകരണമാണ് നാം കാണുന്നത്. ആരാണ് യേശുക്രിസ്തു? വിശ്വസ്ത സാക്ഷിയാണ്, മരിച്ചവരിൽ ആദ്യജാതനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമാണ്. ഒന്ന്, യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്. യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. 2, യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതനാണ്. യേശുക്രിസ്തു ഒരു പുരോഹിതനാണ്. 3, യേശുക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. യേശുക്രിസ്തു രാജാവുമാണ്. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. പ്രവാചകൻ നല്ല ഇടയൻ, പുരോഹിതൻ വലിയ ഇടയൻ, രാജാവ് ശ്രേഷ്ഠ ഇടയൻ. പഠിക്കാൻ വേണ്ടി പറയുകയാണ്. പ്രവാചകൻ നല്ല ഇടയൻ, പുരോഹിതൻ വലിയ ഇടയൻ, രാജാവ് ശ്രേഷ്ഠ ഇടയൻ. യേശുക്രിസ്തു നല്ല ഇടയനായി തൻ്റെ ജീവനെ കൊടുത്തു. യേശുക്രിസ്തു വലിയ ഇടയനായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുക്രിസ്തു ശ്രേഷ്ഠ ഇടയനായി പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷനാകുന്നു, പ്രത്യക്ഷനാകും. എബ്രായ ലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. പ്രത്യക്ഷനാകുന്നു, പ്രത്യക്ഷനാകും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു കാലങ്ങൾക്കതീതനാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിട്ട് മറ്റാരെയും പോലല്ല. ആദി ഇല്ലാത്ത ആദിയാണ്, അന്തമില്ലാത്ത അന്തമാണ്. ദ ബിഗിനിങ്ലെസ് ബിഗിനിങ് ആൻഡ് ദി എൻഡ്ലെസ് എൻഡ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു അനശ്വരനാണ്. യേശുക്രിസ്തു നിസ്തുലനാണ്. യേശുക്രിസ്തു അതുല്യനാണ്. അവനൊപ്പം പറയാനൊരാളുമില്ല. അവനെപ്പോൾ ആരാധ്യനാരുമില്ല. ആയിരങ്ങളിൽ സുന്ദരൻ, 10,000-ങ്ങളിൽ സുന്ദരൻ. യേശുക്രിസ്തു പാപം തൊട്ടിട്ടില്ലാത്തവനാണ്, പാപം തീണ്ടിയിട്ടില്ലാത്തവനാണ്. നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്നാണ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്. പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്താൻ ആരുണ്ട്? പാപം തൊട്ടിട്ടില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് കൊടുത്ത ഘാതകനായ യൂദ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിനെ ശിക്ഷിച്ച പീലാത്തോസ് 3 പ്രാവശ്യവും വിസ്താരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ശതാധിപൻ പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു, സത്യം. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തുടർന്ന് ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് ചിത്രീകരിക്കുന്നത് കാണാം. കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട്. കുഞ്ഞാട് കൊല്ലപ്പെട്ടു, പക്ഷേ നിൽക്കുകയാണ്. കൊല്ലപ്പെട്ടിട്ടും അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. കുഞ്ഞാട് 26 പ്രാവശ്യം കുഞ്ഞാട് എന്ന പദം ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. 26 പ്രാവശ്യം യേശുക്രിസ്തുവിനെ കുറിച്ച് 26 പ്രാവശ്യം പറയും. അതുപോലെ തന്നെ 26 പ്രാവശ്യം വേറൊരു വാക്ക് പറയുന്നുണ്ട് ഈ വെളിപ്പാട് പുസ്തകം. കടൽ. കടൽ എന്നുള്ളത്, കടലിനെക്കുറിച്ച് 26 പ്രാവശ്യം ഇതിൽ പ്രസ്താവനയുണ്ട്. കടൽ എന്നുള്ളത് സകല ഭൂജാതികളെയും കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ആമുഖം നിങ്ങൾ കേട്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് വരാം. ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് കർത്താവായ യേശുക്രിസ്തു. രാജാധിരാജാവായവൻ വീണ്ടും വരും. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. നല്ലയിടയൻ, വലിയടയൻ, ശ്രേഷ്ഠയിടയൻ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഗൗരവേറിയ സമയത്ത് തിരുശരീരക്തങ്ങൾ വാഴ്ത്തുമ്പോൾ, പട്ടക്കാരൻ തിരുശരീരക്തങ്ങൾ വാഴ്ത്തി കഴിയുമ്പോൾ താഴെ നിന്ന് നാം ഗദ്യത്തിൽ പറയുന്നത്, ഇപ്പോൾ പദ്യത്തിലൊക്കെ ആയി പലയിടത്തും, ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. മരണത്തെ ഏറ്റുപറയുന്നു,
നല്ല ഇടയൻ. ഉയർത്തെഴുന്നേൽപ്പിനേറ്റ് പറയുന്നു വലിയ ഇടയൻ. രണ്ടാമത്തെ എഴുന്നേൽപ്പിനേറ്റ് പറയുന്നു ശ്രേഷ്ഠ ഇടയൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ അറിയുന്നതാണ് സുവിശേഷം. ഈ യേശുവിനെ ലഭിക്കുന്നതാണ് മഹാഭാഗ്യം. ഈ യേശുവിനെ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ പരമമായ നിധി, പരമമായ സ്വത്ത്. ഒന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അടുത്തേക്ക് കിടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കിട്ടിയിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾക്ക് അടുത്തറിയാൻ തക്കവണ്ണം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്ത് യേശു വരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? യേശു നിങ്ങളോട് ചേർന്ന് നടക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തലോടുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സ് ഉഷ്ണിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ആകുലപ്പെട്ട് വലയുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ കരം വെച്ച് നിങ്ങൾ തലോടി തരുന്ന സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം ചില തോന്നലുകളല്ലേ എന്ന്, ചില ധാരണകളല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, അനുഭവിക്കുമ്പോൾ അറിയാം അതിൻ്റെ മാധുര്യം. അനുഭവിക്കുമ്പോൾ ഞാൻ എളിമയോടെ നിങ്ങളൊരു കാര്യം പറയുകയാണ്, വളരെ എളിമയോടെ നിങ്ങളെല്ലാവരും ഇത് അനുഭവിക്കണം. യേശുവിനെ നിങ്ങൾ തൊട്ടറിയണം. യേശു നിങ്ങളെ തൊടുന്ന് നിങ്ങളറിയണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് നിങ്ങളറിയണം. നിങ്ങൾ ഏങ്ങലടിക്കുമ്പോൾ നിങ്ങൾ അരികത്ത് വന്ന് ചേർത്തണയ്ക്കുന്ന തൃക്കരങ്ങളെ നിങ്ങൾ മൊത്തണം. ദൈവത്തിന് സ്തോത്രം. എന്തു വേണ്ടു കർത്താവേ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ വിഷമിച്ച് വലയുമ്പോൾ നിങ്ങളെ ചേർത്ത് അണച്ചു പിടിച്ചുകൊണ്ട് മോനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആ സ്നേഹം നിങ്ങൾ അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. രോഗശൈലിയിൽ വേദനയിൽ പുളഞ്ഞ് വിഷമിച്ച് കിടക്കുമ്പോൾ അരികത്ത് വന്ന് ആശ്വാസത്തിൻ്റെ ക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലവനായ യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തൊടുവാൻ പാകത്തിനടുക്ക് നിൽക്കുന്നുണ്ട്. ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ, ഞാൻ നടക്കുന്ന തൊങ്ങൽ നിങ്ങൾ തൊടുമോ? രോഗമുള്ള നിങ്ങളുടെ ശരീരം കർത്താവിൻ്റെ ആ തിരുവസ്ത്രത്തിൽ തൊടുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കുമോ? നിങ്ങളുടെ നീറിപ്പോകുന്ന ഹൃദയം അവൻ്റെ മുമ്പിലും തുറന്ന് കാണിക്കുമോ? കർത്താവ് എന്ത് വേണ്ടു, എങ്ങനെ മുന്നോട്ട് പോകേണ്ടു, നാളെ എന്ത് വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം, രോഗം ബാധിച്ച നിങ്ങളുടെ ശരീരം, വലിയ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം, കുടുംബത്തിലെ അലോഹ്യവും സ്വൈരക്കേടും മൂലം പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിൻ്റെ മുമ്പിലായി തുറന്നു വെച്ച് കൊടുക്കുമോ? കർത്താവേ, ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാൻ എനിക്ക് യോഗ്യതയില്ല. എൻ്റെ കൈകൾ അഴുക്കുള്ള കൈകളാണ്. ഈ കൈകൾ തെറ്റുള്ള കൈകളാണ്. കർത്താവേ, ഈ കൈകൾ വിശുദ്ധം എന്ന് പറയാൻ എനിക്ക് അവകാശപ്പെടാനില്ല. എന്നാൽ ഞാൻ നിന്നോടൊന്ന് പറയുന്നു, നീ നടന്നു പോകുമ്പോൾ നീ കരുണ തോന്നി ആ തിരുവസ്ത്രത്തിൽ തൊങ്ങൽ എൻ്റെ മേലൊന്ന് ആടി ഒന്ന് തൊടണമേ, അത് ചാഞ്ഞു വന്ന് തൊടണമേ. കാറ്റത്തിളകി ആടുന്ന ആ തിരുവസ്ത്രത്തിൽ തൊങ്ങൽ എൻ്റെ മേലൊന്ന് തൊട്ടിട്ട് പോകണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തൊടാൻ യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ആ തൊങ്ങലൊന്ന്, ഞാൻ കിടക്കുന്ന തൊങ്ങലൊന്ന് തൊട്ടിട്ട് പോകണമേ. 2000 വർഷം മുൻപ് കർത്താവ് നടന്നു പോകുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എങ്ങനെയും തൊട്ടു. പുരുഷാര നിമിത്തം മുന്നിലേക്ക് ചെല്ലാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. പുരുഷാരം തിക്കി തിരക്കുന്നതുകൊണ്ട് കർത്താവ് മുമ്പിൽ ചെന്ന് മുട്ടുകുത്താൻ നിർവാഹമില്ല. വഴി നിറയെ ആളുകൾ. പാവം സ്ത്രീ, അവളുടെ ശരീരത്തിൽ 12 കൊല്ലമായി അവൾ യാതന അനുഭവിക്കുകയാണ്. 12 കൊല്ലമായുള്ള യാതന, കഷ്ടം. 12 കൊല്ലമായി രക്തവാർച്ച, 12 കൊല്ലമായി രക്തസ്രാവം, 12 കൊല്ലമായി ബ്ലീഡിങ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ സ്ത്രീക്ക് ഇതുവരെ ചെയ്ത ചികിത്സ കൊണ്ടൊന്നും ഫലമില്ലെന്ന് അവൾക്കറിയാം. ഉള്ള സ്വത്തെല്ലാം ചെലവഴിച്ചു, എന്നിട്ടും ഭേദമാകുന്നില്ലെന്ന് അവൾക്കറിയാം. അവളുടെ ആയുസ്സെല്ലാം തീർന്നതുപോലെയായിപ്പോയി. ഈ 12 കൊല്ലം കൊണ്ടെല്ലാം തീർന്നു. ആരോഗ്യം തീർന്നു, ആസ്തി സ്വത്ത് തീർന്നു, അവളുടെ പ്രതീക്ഷ തീർന്നു, ആശ തീർന്നു. അവളുടെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, എല്ലാം തകർന്നു. അപ്പോഴാണ് യേശു അതിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഒന്ന് യേശുവിന് മുമ്പിൽ ചെന്ന് വീഴാം, കാൽക്കൽ വീണപേക്ഷിക്കാം. ഇല്ല, അടുക്കാൻ നിർവാഹമില്ല. ഒരു കാരണവശാൽ അടുക്കലേക്ക് ചെല്ലാൻ നിർവാഹമില്ല. യേശു നടന്നു നീങ്ങുന്നു, പുരുഷാരൊപ്പം നീങ്ങുന്നു. അവൾ പിറയിൽ കൂടി എങ്ങി നിന്ന് ആളുകളുടെ ഇടയിലൂടെ ഊളിയിട്ട് ചെന്ന് പിറയിൽ കൂടി ചെന്ന് അവൾ വിറയ്ക്കുന്ന കൈ യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാനായിട്ട് നീട്ടി. അവൾ നീട്ടി ആ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി ഈ രോഗം മാറി. ശരീരത്തിൽ രക്തവാർച്ച നിന്നു. അവൾക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലർക്കെല്ലാം ചില ആഗ്രഹങ്ങളില്ലേ? ഒരുപക്ഷെ രോഗശമനമായിരിക്കാം,
സൗഖ്യം കിട്ടുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ചില ശാപങ്ങൾ മാറുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചില ബാധകൾ നീങ്ങുക എന്നുള്ളതായിരിക്കാം, കുടുംബത്തിലെ ചില ബന്ധനങ്ങൾ അഴിയുക എന്നുള്ളതായിരിക്കാം, ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി വരിക എന്നുള്ളതായിരിക്കാം, ഭാര്യയുടെ കോപം ഒന്ന് മാറിക്കിട്ടുക എന്നുള്ളതായിരിക്കാം, മക്കൾ പഠിക്കുന്നതായി തീരണം എന്നുള്ളതായിരിക്കാം, നിങ്ങൾക്കൊരു വീട് വയ്ക്കണം എന്നുള്ളതായി ആഗ്രഹമായിരിക്കാം, ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവേ ഈ കടവും തീരണമെന്നുള്ളതായി ആഗ്രഹമായിരിക്കാം. എന്തായാലും ശരി, നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കണമെന്നുള്ളതായി താല്പര്യമായിരിക്കാം, വിവാഹത്തിന് ശേഷം കുഞ്ഞുണ്ടാകാത്തവർക്ക് കുഞ്ഞ് വേണമെന്നുള്ളതായി ആഗ്രഹമായിരിക്കാം, അല്ല പരീക്ഷ പാസ്സാകാത്തവർക്ക് പരീക്ഷ പാസ്സാകണമെന്നുള്ള ആഗ്രഹമായിരിക്കാം, പ്രിയപ്പെട്ടവരെ ഒരു ജോലി വേണമെന്നുള്ളതായി ആഗ്രഹമായിരിക്കാം. എന്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് തൊങ്ങലിൽ തൊടാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തൊങ്ങൽ നിങ്ങളുടെ അരികത്ത് നടന്നു പോകുന്ന ക്രിസ്തുവിൻ്റെ ആ തൊങ്ങൽ ഞാന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയും തൊടാം. ദൈവത്തിന് സ്തോത്രം. കർത്താവോട് പറയണം, കർത്താവേ ഞാനിതാ ആശ്വാസം തേടി ഇതാ വരികയാണ്. നീറിപ്പുകയുന്ന ഹൃദയവുമായി പൊള്ളുന്ന മനസ്സുമായി ഞാനിതാ വരികയാണ്. എനിക്ക് വേറെ എങ്ങും പോകാനിടമില്ല, വേറെ ആരോടും പറയാൻ നിർവാഹമില്ല. ആശയറ്റവനായി ഞാനിതാ വന്നിരിക്കുകയാണ്. ആശ്വാസമില്ലാത്തവളായി ഞാനിതാ വന്നിരിക്കുകയാണ്. ആരോരും തുണയില്ലാത്തവനായി വന്നിരിക്കുകയാണ്. അതാ ഞാനൊരു അനാഥനാണ്. യേശുവേ ഞാനൊരു അഗതിയാണ്. ഞാനൊരു വിധവയായ സ്ത്രീയാണ്. എനിക്ക് ആണും തൂണുമില്ല, എനിക്ക് സഹായികൾ ആരുമില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. എല്ലാവരും എന്നെ കുത്തിത്തിക്കുന്നു, ഞാൻ വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് യേശുവിനോട് ഉള്ളു തുറക്കാം. കർത്താവേ, എന്നെ ഒന്ന് കടാക്ഷിച്ചിട്ട് പോകണമേ, എന്നെ നേരെ ഒന്ന് നോക്കിയിട്ട് പോകണമേ, ഇങ്ങോട്ടൊന്ന് നോക്കണമേ. കർത്താവേ, നിൻ്റെ നോട്ടം എന്നിൽ പതിഞ്ഞാൽ മതി, വേറെ എനിക്കൊന്നും വേണ്ട, എന്നെ നോക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാം, യേശുവോട് നിങ്ങൾക്ക് യാചിക്കാം. യേശു അരികത്തൂടെ നടന്നു പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് യേശുവിൻ്റെ പാദം തൊട്ടുകൊണ്ട് പറയാം, കർത്താവേ എന്നെ കടന്നു പോകല്ലേ എന്ന്, എന്നെ കടന്നു പോകല്ലേ യേശുവേ, എൻ്റെ അരികത്തോട് കടന്നു പോകുമ്പോൾ എന്നെ കടന്നു പോകല്ലേ. ഒരു ഇറ്റ് നേരം നിൽക്കണമേ, ഒരല്പസമയം നിൽക്കണമേ, എൻ്റെ അരികത്തൊന്ന് നിൽക്കണമേ. ദൈവത്തിന് സ്തോത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട്, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നൊരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് വിളിക്കുമ്പോൾ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നൊരു അപ്പൻ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന് നമ്മുടെ പേരറിയാം, അവന് നമ്മുടെ ഊരറിയാം, അവന് നമ്മുടെ പശ്ചാത്തലം അറിയാം, അവനെല്ലാം അറിയാം. എല്ലാം അറിയുന്നവൻ നമ്മുടെ ഭാവിയും കൂടി കണ്ടുകൊണ്ടാണ് വരുന്നത്. നാളെ എന്താക്കാൻ കഴിയുമെന്നവനറിയാം, നമ്മെ എങ്ങനെ ആക്കി തീർക്കാൻ കഴിയുമെന്നവനറിയാം, എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നവനറിയാം. അതറിഞ്ഞുകൊണ്ട് അവൻ അടുക്കലേക്ക് വരികയാണ്. ഇതാ നിങ്ങൾക്ക് അവനിതാ വിശ്വസ്ത സാക്ഷിയായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്ത സാക്ഷിയായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനായി നിൽക്കുന്നു, വലിയ പുരോഹിതനായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രവാചകനായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മഹാപുരോഹിതനായി നിൽക്കുന്നു. അവൻ രാജാവായി വീണ്ടും വരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് വായിച്ചത്? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സ്തോത്രം. കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ബെനഡിക്ഷൻ നമുക്ക് അനുഗ്രഹം തരികയാണ്, ആശീർവാദം തരികയാണ്, നമുക്ക് വന്ദനം തരികയാണ്. കൃപയും സമാധാനം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു വന്നാൽ കൃപയും സമാധാനവും. യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ ഹൃദയത്തിൽ സമാധാനം. കോളിളക്കങ്ങൾ മാറും, കൊടുങ്കാറ്റ് മാറും, ഹൃദയത്തിലെ കൊടുങ്കാറ്റുകൾ മാറും, ഹൃദയത്തിലെ ചുഴലിക്കാറ്റുകൾ മാറും, എല്ലാം ശാന്തമാകും. ആഞ്ഞു തിമിർത്താടുന്നത് ചുഴലിക്കാറ്റായിരുന്നു, ഭയങ്കരമായ കൊടുങ്കാറ്റായിരുന്നു. കൊടുങ്കാറ്റ് വീശി പടക് ആടി ഉലയുന്നു, വെള്ളം തീർത്ത് കയറുന്നു, അയത്തേമാരടിച്ച് കയറുന്നു. പാവപ്പെട്ട ശിഷ്യന്മാർ അവർ കുനിഞ്ഞിരുന്ന് കൈകൊണ്ട് വെള്ളം തേയിക്കളയുകയാണ്. പോകുമോ? തീരുമോ? അതിലേറെ വെള്ളം പിന്നെയും കയറുന്നു. നടുക്കടലിലാണ് താനും. നടുക്കടലിൽ എന്ത് ചെയ്യും? മുങ്ങും, ഉറപ്പാണ്. അക്കരെ എത്തുമെന്ന് വിചാരിച്ചാൽ പുറപ്പെട്ടത്, അക്കരെ എത്താനായിട്ടാണ് പുറപ്പെട്ടത്, എത്തില്ല. ഇവിടെ ഈ നടുക്കടലിൽ തീരും. ഗലീലാക്കടലിൻ്റെ നടുക്ക് ആയുസ്സം തീരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ലേ തീരാൻ പോവുകയാണെന്ന്? ഇവിടെ എൻ്റെ ഭാവി തീരാൻ പോവുകയാണെന്ന്. ഞാനുണ്ടോ എഴുന്നേൽക്കാൻ പോകുന്നു? എൻ്റെ കടമുണ്ടോ തീരാൻ പോകുന്നു? എൻ്റെ പ്രശ്നമുണ്ടോ മാറാൻ പോകുന്നു? എൻ്റെ കുടുംബത്തിനുണ്ടോ സമാധാനം വരാൻ പോകുന്നു? എനിക്കൊരു നല്ല കാലം കിട്ടുമോ? ഇല്ലല്ലോ. ഇല്ല, അതെല്ലാം തീർന്നു. എല്ലാം ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലേ. നിരാശ കൊണ്ട് എല്ലാം പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലേ. സ്തോത്രം. ദൈവവേദനയെ നിരാശപ്പെടേണ്ട. ഈ കൊടുങ്കാറ്റ് ആടിയുലയുന്ന പടകിൻ്റെ അരിയിലേക്ക് യേശു വെള്ളത്തിന്മേൽ നടന്നു വന്നു. പെരുവെള്ളം യേശുവിന് തടസ്സമല്ല. പെരുങ്കടൽ യേശുവിന് തടസ്സമല്ല. കൊടുങ്കാറ്റ് യേശുവിന് തടസ്സമല്ല. നിത്യനായ രാജാധിരാജൻ,
രക്ഷകനായ മിശിഹായെന്ന് വരാൻ ആ കടലിലൂടെ നടന്ന്, പെരുവെള്ളത്തിന് മീതെ നടന്ന്, തിരമാലകളുടെ മീതെ ചവിട്ടി നടന്ന് യേശു പടകിൻ്റെ അരികിലേക്ക് വന്നു. യേശു പടകിൽ കയറി, അടങ്ങുക, ശാന്തമാകുക. ഇരുകര ഉയർത്തി, അടങ്ങുക. വല്ലാതെ കുതിച്ചു ചാടുന്ന കുതിര, ഭയങ്കരമായിട്ട് കുതിച്ചു ചാടി ബഹളം വയ്ക്കുന്ന കുതിര, അതിൻ്റെ ഉടമസ്ഥൻ വന്ന് ഒന്ന് കൈ ഉയർത്തിയപ്പോൾ കുതിര ശാന്തമായതുപോലെ പെട്ടെന്ന് കടൽ ശാന്തമായി, തിരമാല അടങ്ങി. എങ്ങനെ? യേശു വന്നു, തിരമാല അടങ്ങി. തിരമാലകളിൽപ്പെട്ട് ഉള്ളിൽ ഉണ്ട്? സ്തോത്രം. ജീവിതത്തിൻ്റെ അലമാലകളിൽപ്പെട്ട് വലയുന്നവരാരെല്ലാം ഉണ്ട്? ചുഴലിക്കാറ്റേറ്റ് ആടി ഉലയുന്നവരാരെല്ലാം ഉണ്ട്? എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും കർത്താവേ എന്ന് ചോദിച്ച് വിഷമിക്കുന്നവരാരെല്ലാം ഉണ്ട്? മോനെ നിന്നോട് പറയട്ടെ, യേശു ഇതാ വരുന്നുണ്ട്. നിൻ്റെ പടകിലേക്ക് യേശു വരുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിലേക്ക് യേശു വരുന്നുണ്ട്. ജീവിത പടകിലേക്ക് യേശു വരുന്നുണ്ട്. അവന് വേണ്ടി നീ അതിൻ്റെ ഹൃദയം തുറക്കൂ. അവൻ പടകിലേക്ക് കയറട്ടെ. അവൻ കയറി നിന്നാൽ മതി. ശാന്തത വരും, കൊടുങ്കാറ്റ് ശാന്തമാകും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും, എല്ലാറ്റിനും നേര് നീക്കുപോക്കുണ്ടാകും. നീ വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് മോളെ. നീ വിശ്വസിക്കൂ. നിന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു, നിന്നെ കരുതുന്ന ക്രിസ്തു, നിനക്ക് വേണ്ടി എല്ലാം സ്വരൂപിക്കുന്ന ക്രിസ്തു ഇന്ന് ഇപ്പോൾ നിൻ്റെ അരികിലേക്ക് വന്ന് നിൻ്റെ നേരെ തന്നെ കര നീട്ടുകയാണ്. അവൻ്റെ കര ഉയർത്തുകയാണ്. അടങ്ങുക, ശാന്തമാകുക. എക്കാലത്തും ശാന്തത തരുന്ന ക്രിസ്തു, എക്കാലത്തും പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കൃപ തരുന്ന ക്രിസ്തു, എക്കാലത്തും പ്രാതികൂല്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കൃപ തരുന്ന ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. പ്രതികൂലങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിൻ്റെ നിമിത്തം ഞങ്ങൾ ഇടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ ഇടുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാതിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മെ വേദനിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉറയ്ക്കാം. കരുത്തനാണ് പിടിച്ചിരിക്കുന്നത്. കരുത്തനാ ഒരുത്തൻ കരുത്തിൽ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടും, കരുത്തനാ ഒരുത്തൻ്റെ കരുത്തിൽ പിടിച്ചതിനാൽ നീ ഭയപ്പെടേണ്ട, അവൻ നിൻ്റെ കരുത്തിൽ പിടിച്ചിട്ടുണ്ട്. മോളെ വിട്ടുകൊടുക്കാമോ? നിന്നെ പിടിച്ചിരിക്കുന്ന പല പിടികളും നീ ഇടണം. നിന്നെ ബന്ധിച്ചിരിക്കുന്ന പല കെട്ടുകൾ നീ അഴിക്കണം. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില പാപത്തിൻ്റെ കെട്ടുകളുണ്ട്. നിന്നെ ബാധിച്ചിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്. എല്ലാം അഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം അഴിക്കാൻ മതിയായവനാണ് വന്നിരിക്കുന്നത്. നീ സമ്മതിച്ചാൽ മാത്രം മതി. എല്ലാ കെട്ടുകളും പൊട്ടിച്ച്, എല്ലാ ബന്ധന കയറുകളും കീറി മുറിച്ച് നിനക്ക് സ്വാതന്ത്ര്യം തരുവാൻ യേശുദാ വന്നിരിക്കുന്നു. നിൻ്റെ കുടുംബത്തിന് സമാധാനം തരാൻ യേശുദാ വന്നിരിക്കുന്നു. അവൻ്റെ അരികിലേക്ക് നീ ചേർന്നിരിക്കൂ. അവനോട് ചേർന്ന് നിൽക്കൂ. കർത്താവേ, നീ എന്നെ തേടി വന്നല്ലോ. ഇന്ന് എന്നെ തേടിയാണല്ലോ നീ വന്നത്. ഈ ഒരുവൻ അഗതിയായിരിക്കുന്ന ഒരാളുണ്ടെന്നറിഞ്ഞ്, രോഗിയും അവശനുമായ ഒരാളുണ്ടെന്നറിഞ്ഞ് നീ എന്നെ തേടിയാണല്ലോ വന്നത്. കർത്താവേ, വേദന കൊണ്ട് പുളയുന്ന ഒരാളൂടെ ഉണ്ടെന്നറിഞ്ഞ് നീ എന്നെ തേടിയാണല്ലോ വന്നത്. ഞാനിതാ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ തൊട്ടിട്ട് പോകണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, മദ്യത്തിൻ്റെ ആസക്തിയിൽ ജീവിതം തകർത്ത് കളഞ്ഞൊരു ആവിയോടെ ഇരിപ്പുണ്ട്. യേശുവേ, ഇനി മദ്യം എനിക്ക് വേണ്ട, ഞാൻ തീരുമാനിച്ചു. കർത്താവേ, എന്നെ തൊട്ടിട്ട് പോകണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ദ്രവ്യാഗ്രഹം കൊണ്ട് മുടിഞ്ഞൊരു മനുഷ്യനോട് ഇരിപ്പുണ്ട്. ഈ മനുഷ്യനെ നീ തൊട്ടിട്ട് പോകണമേ. വേണ്ട, ഈ ലോകധനങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. എനിക്ക് നിത്യധനമായ ക്രിസ്തു മതി. യേശുവേ, നിന്നെ ഒന്ന് എൻ്റെ ഹൃദയത്തിൽ കിട്ടിയാൽ മതി. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. വിളിക്കൂ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ വിശ്വസ്ത സാക്ഷിയാണ്. അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. സ്തോത്രം. മരിച്ചവരിൽ ആദ്യജാതൻ. അവൻ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. നാമോ പിന്നാലെ ഉയർത്തെഴുന്നേൽക്കും. ഒരു നാൾ ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാലും ഒരു നാൾ നാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാം. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ ഒരു നാൾ ക്രിസ്തുവിൽ നാം ഉയർത്തെഴുന്നേൽക്കും. അവൻ ആദ്യജാതനാണ്. മരിച്ചവരിൽ ആദ്യജാതനാണ്. അവൻ്റെ പിന്നാലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു? വേണ്ടേ യേശുവിനെ നിങ്ങൾക്ക് വേണ്ടേ?
സ്തോത്രം. ഇന്ന് യേശുവിൻ്റെ അരികെ തോന്നിയിരിക്കുന്ന സമയം. യേശുവിനെ നിങ്ങൾ ഏറ്റുവാങ്ങുക. ആ അരിമത്തിക്കാരൻ യൗസേപ്പ് യേശുവിനെ കുരിശിൽ നിറക്കി. ശീലയിൽ യേശുവിനെ ഏറ്റുവാങ്ങി. ആണികൾ ഒന്നൊന്നായി ഊരി. യേശു അരിമത്തിക്കാരൻ യൗസേപ്പിൻ്റെ മാറോട് ചാഞ്ഞു. ആ തിരുശരീരം പേറാൻ ഭാഗ്യം ലഭിച്ചു. തിരുനിണമണിഞ്ഞ തിരുദേഹം അരിമത്തിക്കാരൻ യൗസേപ്പിൻ്റെ മാറിലണഞ്ഞു. സ്തോത്രം. നിക്കോദീമോസും കൂടി ഒരുമിച്ച് പോവുകയാണ്. കല്ലറയിൽ വെച്ചു. ഇന്ന് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ആശ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കല്ലറയിൽ യേശുവിനെ വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ കല്ലറയിൽ യേശു വയ്ക്കുക. അവനവിടെ കിടക്കുകയില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ പതിനായിരങ്ങൾക്കല്ല ലക്ഷോപലക്ഷങ്ങൾക്ക് ആശ്വാസതരനോ ഉയർത്തെഴുന്നേൽക്കും. അവൻ സമാധാനം പകരം ഉയർത്തെഴുന്നേൽക്കും. നിന്നിൽ നിന്നുകൊണ്ട് അവൻ സഞ്ചരിക്കാൻ തുടങ്ങും. നിന്നിൽ നിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്നിൽ നിന്നുകൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങും. അവൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തന്നിട്ട് നിന്നിൽ നിന്നുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിശയങ്ങളെ നാഥൻ നിന്നിൽ നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മകനെ നിന്നെ അവൻ ഉപയോഗിക്കാൻ പോകുന്നു. മകളെ നിന്നെ അവൻ ഉപയോഗിക്കാൻ പോകുന്നു. നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരു സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി സ്തോത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതിനായി സ്തോത്രം. എല്ലാം ദാനം കർത്താവേ. ദാനം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ മക്കളെ എല്ലാം തുടരണമേ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ എഴുന്നേറ്റ് പോകാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.